എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റിലി. ഞാൻ അഡ്മിൻ മാനേജറായിട്ട് എലൈറ്റിൽ വർക്ക് ചെയ്യുന്നു. എലൈറ്റ് എക്സ്പെർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പഠിപ്പിക്കുന്നവർ മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് മുഹമ്മദുമാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എലൈറ്റിൽ PEBC, CAPS, ഇന്റേൺ ഫാർമസിസ്റ്റ് റിട്ടൺ എക്സാം, ഇന്റേൺ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, PTE റീസെൻ്റ്ലായിട്ട് ഓപ്പറയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ ക്യാപ്സിന്റെ റിസൾട്ടിൽ എലൈറ്റിന് 95% പാസിംഗ് റേറ്റ് ഉണ്ടായിരുന്നു. അതിലൊരു കാൻഡിഡേറ്റ് ആണ് നോബൽ ജോസ്. കൺഗ്രാറ്റുലേഷൻസ് നോബൽ. താങ്ക് യു. എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു, മാതാവിന് നന്ദി പറയുന്നു. ഒത്തിരി ടഫ് ആയിരുന്നു. പിന്നെ പേപ്പർ 2 ആയിരുന്നു കുറച്ചുകൂടെ ടഫ്. പിന്നെ എങ്ങനെയോ കടന്നുകൂടി. നോബലിനെ കുറിച്ച് ഒന്ന് പറയാമോ? ബാക്ക്ഗ്രൗണ്ട് എവിടെയാ പഠിച്ചത്, ഗ്രാജുവേഷൻ എപ്പോഴായിരുന്നു എന്നൊക്കെ? ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലാണ്. MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. 2008 കംപ്ലീറ്റഡ് ആണ്. പിന്നെ ഒരു 8-9 ഇയേഴ്സ് അവിടെ ഇന്ത്യയിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് 9 ഇയേഴ്സ് ആയിട്ട് ഇപ്പൊ ബഹ്റിനിലാണ്. ടോട്ടൽ അറൗണ്ട് 15-16 ഇയേഴ്സ് ആയി. ഇപ്പൊ വർക്ക് ചെയ്യുവാണോ? അതെ, വർക്ക് ചെയ്യാണ്. ബഹ്റിനിലാണ് ഇപ്പൊ. ബഹ്റിനിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണോ അതോ? അതെ, ഫാർമസിസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാണ് ഇപ്പം. ലാസ്റ്റ് 9 ഇയേഴ്സ് ബഹ്റിനിൽ. എന്തുകൊണ്ടാണ് ക്യാപ്സ് ചൂസ് ചെയ്തത്? ക്യാപ്സ് ഞാനിപ്പോ എല്ലാ കൺട്രിയിലും നോക്കിയായിരുന്നു. പക്ഷെ എന്റെ ബ്രദർ കാനഡയിലും USA ഒക്കെ 2 ബ്രദേഴ്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങോട്ട് നോക്കിയപ്പം ഈ പെബക്ക് ഇച്ചിരൂടെ പാടാണ്, ടൈം എടുക്കും. പിന്നെ അങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോ വേറെ കുറെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളവരുടെ വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പൊ അങ്ങനെ കണ്ട് കുറച്ചുകൂടെ നമുക്ക് ഫീസിബിൾ ആണെന്ന് തോന്നിയപ്പോ രേഖയെ ഞാൻ വിളിച്ചു. എന്റെ നമ്പർ കിട്ടി. അങ്ങനെ രേഖ വഴിയാണ് കണക്ട് ആയത്. എത്ര മാസം ക്യാപ്സ് പ്രിപ്പയർ ചെയ്തു? ആക്ച്വലി ഞാൻ ഡിസംബർ എൻഡിൽ ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തത് ജൂലൈ തന്നെയാണ്. കാരണം എനിക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി ഉണ്ട്. ചിലപ്പോൾ 10 hours, ചിലപ്പോൾ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജൂലൈ ചൂസ് ചെയ്തത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു 2 months 3 months നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് 12 hours കണ്ടിന്യൂസ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പോയി. പിന്നെ ഇടയ്ക്ക് നാട്ടിൽ പോയിരുന്നു ഒരു 15-20 days മാരേജ് ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ കുറെ സമയം പോയി. പിന്നെ ലാസ്റ്റ് ഒരു 1 month ലീവ് എടുത്തിരുന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു. അതും കിട്ടിയില്ല. പക്ഷെ ഞാൻ റെക്കോർഡഡ് ക്ലാസ് കണ്ടിന്യൂസ് ഞാൻ മൊത്തം അറ്റൻഡ് ചെയ്തു. റെക്കോർഡ് ക്ലാസ് ഒരു 80% റെക്കോർഡ് ക്ലാസ് ആണ്. അത് ഞാൻ ഒരു 2 times കേട്ടിരുന്നു. പക്ഷെ എനിക്ക് റിവിഷൻ ചെയ്യാൻ ഒന്നും സമയം കിട്ടിയില്ല. കാരണം 1 month ഞാൻ പ്ലാൻ ചെയ്ത് 15 days റിവിഷൻ ചെയ്തിട്ട് പിന്നെ 15 days റിവിഷൻ ക്ലാസ്സിലേക്ക് പോകാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ ഞാൻ ഡയറക്റ്റ് റിവിഷൻ ക്ലാസ് 15 days ആണ് കിട്ടിയത്. ലാസ്റ്റ് ഡയറക്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് പോയി. വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. വിട്ടൊന്നും മറിച്ച് നോക്കാൻ ഒന്നും പറ്റില്ല. ക്ലാസ്സിൽ കേട്ട അത് വെച്ച് അപ്പോണ് എഴുതിയത്. ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻസ് കിട്ടിയപ്പം വളരെ പെട്ടെന്ന് എനിക്ക് കവർ ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, നമ്മൾ റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ നമുക്ക് റിവിഷൻ ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിലും നമുക്കത് എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് പാസ്സായി കഴിയുമ്പോൾ മനസ്സിലാകും. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ ക്യാപ്സ് പ്രിപ്പറേഷന്? സ്ട്രാറ്റജി ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും മിസ്സാക്കാതെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 times എങ്കിലും നമ്മൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് കാൽക്കുലേഷന്റെ സൈഡ് ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാൽക്കുലേഷൻ അവസാനമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്കത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു റൗണ്ട് ഞാൻ ചെയ്തു, എന്നാലും പിന്നെ രണ്ടാമത് എടുക്കുമ്പം ഒന്നും അറിയത്തില്ല. പിന്നെ ചെയ്യുമ്പോൾ ഈസിയാണ്, പക്ഷെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ടിങ് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് കാൽക്കുലേഷൻ എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നു. ഒരു 20-22 ക്വസ്റ്റ്യൻസ്. പേപ്പർ 1 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് പിന്നെ ലക്കിന് മാം പറഞ്ഞിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അത് പിന്നെ ഡയറക്റ്റ് ആൻസർ എഴുതി. പിന്നെ സെക്കൻഡ് സെക്ഷനിൽ രണ്ടാമത്തെ പേപ്പറിൽ ഒരു 10-20 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. അതിങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ്, ബിഗ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. പക്ഷെ നമുക്ക് ടൈമും കിട്ടുന്നില്ല. കാരണം നമ്മൾക്ക് ഇത് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സമയം കണ്ടമാനം പോകുകയാണ്. അപ്പൊ അതുകൊണ്ട്
ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു. ബാക്കി ഞാൻ ജസ്റ്റ് ടിക്ക് ചെയ്ത് വിടുവാണ് ചെയ്തത്. എങ്ങനെയോ നമ്മൾ കടന്നുകൂടി. ടൈം ഒട്ടും കിട്ടുന്നില്ല. സെക്കൻഡ് പേപ്പർ ജസ്റ്റ് ഒരു 1 മിനിറ്റ് മുമ്പേ ജസ്റ്റ് അറ്റൻഡ് ചെയ്തു ഫിനിഷ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പേപ്പർ 1 അത്യാവശ്യം ഈസി ആയിരുന്നു. ഓക്കെ ആയിരുന്നു. നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് എലൈറ്റ് എക്സ്പെർട്ടൈസ് ഇത് ടാക്കിൾ ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തത്? കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു പേപ്പർ 2 കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മുഴുവൻ തന്നെ. ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈവൻ ക്വസ്റ്റ്യൻ പോലും എനിക്ക് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. കാരണം ജസ്റ്റ് 1 മിനിറ്റില് നമുക്ക് ജസ്റ്റ് തിങ്ക് ചെയ്യുക, അത് കറക്റ്റ് ആണോ എന്ന് പിന്നീട് നോക്കാൻ പോലും ഒന്നുകൂടെ നോക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടില്ല. കാരണം ഞാൻ ടൈമർ നോക്കിയായിരുന്നത്. കാരണം നമ്മൾ അധികം 1-2 ക്വസ്റ്റ്യൻ ഞാൻ അധികം ചിന്തിച്ച് പോയി. അത് തന്നെ 2-3 മിനിറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിന്തിക്കാൻ പോകുന്ന പരിപാടി നിർത്തി. ജസ്റ്റ് മാം ഒരു സ്ട്രാറ്റജി പറഞ്ഞത് കറക്റ്റ് ആയിട്ട് എനിക്ക് വർക്കൗട്ട് ആയി. കാരണം നമ്മളൊരു ആൻസർ മൊത്തത്തിൽ 4 ഓപ്ഷൻ കണ്ടിട്ട് ഒരു ഓപ്ഷൻ കറക്റ്റ് നമുക്ക് സ്ട്രൈക്ക് ചെയ്താൽ പിന്നെ അതിൽ നിന്ന് മാറരുത് എന്നുള്ളൊരു, സാധാരണ ഞാൻ അങ്ങനെ മാറി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് അവസാനം തെറ്റായിട്ടുള്ള ഓപ്ഷനിലേക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ അങ്ങനെ നോക്കിയില്ല. വന്നപ്പം തന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു, അത് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഒന്നും നോക്കാതെ നെക്സ്റ്റിലേക്ക് പോയി. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്തിന് ഫിനിഷ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജി എന്തായാലും വർക്കായി. പിന്നെ മാമും സാറും പറഞ്ഞ ഇമ്പോർട്ടന്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ മോക്സിന്ന് എനിക്ക് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പക്ഷെ മൊത്തത്തിലുള്ള ആ സ്ട്രാറ്റജി നമ്മുടെ ആ ഒരു ബേസിക് കോൺസെപ്റ്റിൽ നിന്നാണ് ഈ പേപ്പർ സെക്കൻഡ് ഫുള്ള് നമുക്ക് വർക്കൗട്ട് ആവുന്നത്. അത് ആ കോൺസെപ്റ്റ് വെച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ക്വസ്റ്റ്യൻ ഏതാണ് വന്നതെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. പക്ഷെ അന്നേരം അതങ്ങനെ ക്ലിക്ക് ചെയ്തങ്ങ് പോയി. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരു ക്യാപ്സ് ആസ്പിരന്റിനെ എത്രത്തോളം റെക്കമെൻഡ് ചെയ്യും? 100% ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ആ ഒരു കോൺഫിഡൻസ് ഇപ്പൊ എനിക്കുണ്ട്. കാരണം നമ്മള് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആണല്ലോ നമുക്ക് കൂടുതലും നമുക്ക് അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ക്ലിയർ ചെയ്യാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്താകും എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു. ഈവൻ എക്സാം എഴുതാൻ പോകുമ്പോൾ പോലും എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാരണം ഞാൻ ഈ കാൽക്കുലേഷൻ പാർട്ടൊക്കെ എനിക്ക് രണ്ടാമതും ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പൊ റിവിഷനും ചെയ്തിട്ടില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് 50-50 മൈൻഡിലാണ് പോയത്. പക്ഷെ ആദ്യത്തെ പേപ്പർ എളുപ്പമായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ രണ്ടാമത്തെ പേപ്പറിന് ഇച്ചിരി ഒരു പ്രതീക്ഷ എനിക്ക് വന്നു. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി, നമ്മൾ ക്ലാസ് ഈവൻ റിവിഷൻ പോലും ചെയ്തില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് ആ ക്ലാസ് ഒരു 2 ടൈംസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന കേസ് കെട്ടേ ഉള്ളൂ. അതിൽ വേറെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇത്രയും വർഷം 16-17 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പം പുതിയ പിള്ളേർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഒരു പ്രശ്നവും വേറെ ഒരിടത്തും പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ വന്നാൽ മതി. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ ഇനിയും ക്യാപ്സ് എഴുതുന്നവരോട്? ക്യാപ്സ് എഴുതുന്നവർ ഏതായാലും ക്ലാസ്സുകൾ എല്ലാം റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഒരു 2 ടൈംസ് എങ്കിലും മിനിമം ക്ലാസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാം, എന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം കാൽക്കുലേഷൻസ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ കുറച്ച് ആഴ്ചയിലെ 3 ടൈംസ് അല്ലെ 3 ദിവസങ്ങളിലൊക്കെ ഉള്ളു. ആ സമയത്ത് ഈ കാൽക്കുലേഷൻസ് ഒന്ന് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചൊക്കെ ഒന്ന് കവർ ചെയ്ത് പഴയ വീഡിയോസ് ഒക്കെ വെച്ച് ഒന്ന് നോക്കുവാണെങ്കിൽ 100 റൗണ്ട് ഒന്ന് കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കോൺഫിഡൻസ് ഇച്ചിരി കിട്ടുമെന്നാണ്. കാരണം അവസാനം പോയി നമ്മളിത് എടുത്ത് പിന്നെ എല്ലാം കൂടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആപ്പടെ ടെൻസ്ഡ് ആവും. അപ്പൊ കാൽക്കുലേഷൻസ് മാത്രം എന്തായാലും ഒരു 10-20 എണ്ണം പ്രതീക്ഷിച്ച് തന്നെ നമ്മൾ പോകണം. അപ്പം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് വരും. എനിക്ക് ലാസ്റ്റ് മൊമെന്റിൽ എനിക്ക് കാൽക്കുലേഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ഒരു സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഇങ്ങനെ സൈഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ആദ്യമേ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എക്സാമിന് പോകാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് ഒന്നുകൂടി. പിന്നെ ഓൾ ദി ബെസ്റ്റ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എഴുതിയെടുക്കാൻ പറ്റട്ടെ. ഇൻവിറ്റേഷൻ വരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.